മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാനെത്തിയവരെ കരുതൽ തടങ്കലിലെടുത്തു. രാമനിലയത്തിന് സമീപത്ത് നിന്ന് 5 യുവമോർച്ച പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുരജ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഇത്രയും പേരെ കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുകയാണല്ലോ. എപ്പോഴായിരുന്നു ഈ സംഭവം? വിവരങ്ങൾ. ക്രിസ്ത്യൻ, ഒരു 10 മിനിറ്റ് മുമ്പാണ് മുഖ്യമന്ത്രി താമസിക്കുന്ന ഈ രാമനിലയത്തിന് സമീപത്ത് നിന്ന് 5 യുവമോർച്ച പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ എത്തിയത്. അവർ ഈ വാഹനത്തിൽ രാമനിലയത്തിന് സമീപം കാത്തു നിൽക്കുന്നതിനിടയിലാണ് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലായിരുന്നു അവരുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി അതിലൂടെ തന്നെ ആ ലോറി പോകുന്ന ഭാഗത്തുകൂടി അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കോൺവേ വാഹനം പോകുന്നതിന് വേണ്ടി ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടേക്ക്, അതായത് മുഖ്യമന്ത്രി 8:15 കൂടി ഇറങ്ങും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് അവിടെ എത്തി കരിങ്കൊടി കാണിക്കുക എന്നുള്ളതായിരുന്നു BJP യുവമോർച്ച പ്രവർത്തകർ ലക്ഷ്യമിട്ടത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെ എത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്, കരുതൽ തടങ്കലിലെടുത്തിരിക്കുകയാണ്. ഇനിയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് വിന്യാസമാണ്. മുഖ്യമന്ത്രി ഈ രാമപുരത്തേക്കാണ് പോകുന്നത്, രാമപുരം പോലീസ് അക്കാദമിയിലേക്കാണ് പോകുന്നത്. ആ മേഖലയിലേക്ക്, ആ പാതയിലുടനീളം കനത്ത പോലീസ് വിന്യാസമാണ് ഒരുക്കിയിരിക്കുന്നത്. കരുതൽ തടങ്കലിന്റെ ഭാഗമായി കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തേക്കും എന്നുകൂടിയുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രവിത. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.